ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. പവർ ടീമിനെ ഇരുത്തി പൊരിച്ചു നമ്മുടെ പൂജ. കടിച്ച് പറിച്ച് തിന്നു എന്ന് തന്നെ പറയാം. മോർണിംഗ് ടാസ്കിന്റെ സമയത്ത് പൂജ കുറെ ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ മുട്ടയടിപ്പിച്ചു ശരിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഞാൻ വായിക്കാം. നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു ഭരണമാണ്? മൊണാർക്കി ആണോ, ഡിക്റ്റേറ്റർഷിപ്പ് ആണോ, അതോ ഡെമോക്രസി ആണോ, റിപ്പബ്ലിക് ആണോ, എന്താണ്? ഇതാണ് ആദ്യത്തെ ചോദ്യം. ഇവിടെ തന്നെ പവർ ടീം കുറെ വെള്ളം കുടിച്ചു. അപ്പൊ ഗബ്രി പറയുന്നു ഈ പറഞ്ഞ എല്ലാ ഭരണങ്ങളുടെയും എലമെന്റുകൾ നമ്മുടെ റൂൾ ബുക്കിലുണ്ട് പവർ ടീമിന്റെ, അതുകൊണ്ട് ഇതെല്ലാമാണ് എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പൊ പൂജ പറയുന്നു ഇത്രയും വലിയ ഒരു രാജ്യത്ത് നമുക്ക് ഇതൊക്കെ ചർച്ച ചെയ്യാമെങ്കിൽ ഇത്രയും ജനക്കൂട്ടത്തിന്റെ ഇടയിലും നമുക്കിത് ചർച്ച ചെയ്യാം. ഇത് പൂജ പറയുന്നത് ഗബ്രി പറഞ്ഞ വേറൊരു കാര്യത്തിന് റെസ്പോൺസ് ആയിട്ടാണ്. ഗബ്രി പറയുന്നുണ്ട് ഈ ഒരു കൂട്ടത്തില് ഇത് ഒരാൾക്ക് മാത്രമുള്ള ഒരു അധികാരമല്ല, ഒരു ടീമായിട്ടാണ് ഇതിന് അധികാരം ഉള്ളത്. അതും ഈ ഒരു ഗ്രൂപ്പില് ഇത് ബാധകമല്ല എന്നൊക്കെ ഗബ്രി പറഞ്ഞു വെക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണ് പൂജ പറയുന്നത് ഈ ഒരു രാജ്യത്ത് നമുക്കിത് പറയാമെങ്കിൽ ഇത്രയും ആൾക്കൂട്ടത്തിൽ നമുക്കിത് പറയാമെന്ന്. നല്ല അടിപൊളിയായിട്ട് കൊടുക്കുന്നുണ്ട് പൂജ. അപ്പൊ അടുത്ത ചോദ്യം, എനിക്ക് തോന്നുന്നത് നിങ്ങൾ സ്വേച്ഛാധിപത്യമാണെന്നാണ്. കാരണം നിങ്ങൾ കേറിയ പാടെ കൊണ്ടുവന്ന ആദ്യത്തെ റൂളാണ് നിങ്ങൾ ആദ്യം കഴിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പാത്രങ്ങൾ വേറുള്ളവര് കഴുകി വെക്കണം, അങ്ങനെയൊക്കെ ഉള്ളത്. ഈ നിങ്ങളുടെ എച്ചിൽ വേറുള്ളവർ കഴുകണം എന്നുള്ളത്. ഈ പാത്രം കഴുകുന്നതൊക്കെ ചെറുപ്പത്തിലെ നമ്മുടെ വീട്ടിൽ നിന്നും പഠിപ്പിച്ചു വിടുന്നതല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് പൂജ ചോദിക്കുന്നുണ്ട്. വെടി തീർന്നു പവർ ടീമിന്റെ അവിടെ തന്നെ. പൂജ അത്രയ്ക്ക് വെള്ളം കുടിപ്പിച്ചു 3 എണ്ണത്തിനെയും, പാവങ്ങൾ 3 പേര്. ഈ ചോദ്യത്തിന് അപ്സരയാണ് ഉത്തരം പറയുന്നത്. അധികാരത്തിന്റെ കൂടെ ഉത്തരവാദിത്തം എന്നൊരു കാര്യം കൂടി ഞങ്ങൾക്കുണ്ട്, ആ ഉത്തരവാദിത്തങ്ങളിൽ ഞങ്ങൾ തിരക്കാണ് എന്നൊക്കെ അപ്സര പറഞ്ഞു വെക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഉടനെ പൂജ എന്ത് തിരക്ക്? സ്വന്തം പ്ലേറ്റുകൾ കഴുകി വെക്കാൻ പറ്റാത്ത തിരക്കിലാണോ നിങ്ങൾ? ഈ രീതിയിലുള്ള കൗണ്ടറുകൾ വെച്ചിട്ട് പൂജ നിർത്തിയും ഇരുത്തിയും എല്ലാം പൊരിച്ച് നമ്മുടെ പവർ ടീമിനെ. ഒരു രക്ഷയില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് പൂജ. പവർ ടീമിനെ തേച്ചൊട്ടിച്ചതോടെ നമുക്ക് ആ കാര്യം ഉറപ്പിക്കാൻ സാധിക്കും. എന്തായാലും രാവിലെ ഇങ്ങനെ ഒരു കൊട്ട് പവർ ടീം പ്രതീക്ഷിച്ച് കാണത്തില്ല. കൊള്ളാം.